നമസ്കാരം. ബാദുഷാ കാർട്ടൂൺമാൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചിത്രങ്ങളെല്ലാം നിങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെടുന്നുണ്ടാവും. ഇതിൻ്റെ പിന്നിലെ മാന്ത്രിക വിരലിൻ്റെ ഉടമയായ സജീവ് ബഷീർക്കയെ കാണാനാണ് ഇന്ന് ഞാൻ പോകുന്നത്. എൻ്റെ നാടായ തോട്ടുമുഖത്തിൻ്റെ അടുത്തായിട്ടുള്ള മുടിക്കൽ പൂനാശ്ശേരി എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ഞാൻ സജീവ് ബഷീർ എന്ന അനുഗ്രഹീത കലാകാരൻ്റെ വീടിന് മുമ്പിലാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലും വീട്ടിലും കയറിയിട്ട് നോക്കാം. എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും നമ്മളെ ഒരു ആർട്ടിസ്റ്റ് ആകുന്നത്. അപ്പോൾ ആ തിരിച്ചറിവ് എപ്പോഴാണ് ഉണ്ടായത്? ഞാൻ വരയ്ക്കുന്നുണ്ട്, മറ്റുള്ള കുട്ടികളും എല്ലാവരും വരയ്ക്കുന്നതാണ് എൻ്റെ വിചാരം. എല്ലാവരും വരയ്ക്കുന്നവരെ ഞാനും വരയ്ക്കുന്നു. അപ്പോൾ പക്ഷേ എന്നെ ടീച്ചർ സ്കൂളിൽ മത്സരത്തിന് ചേർക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എനിക്ക് എന്തൊക്കെയോ വരയ്ക്കാനൊക്കെ അറിയാമെന്നുള്ളൊരു ഇതൊക്കെ വരികയാണ്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും വരയാണ് എൻ്റെ മേഖലയെന്ന് മനസ്സിലാക്കും. ടീച്ചേഴ്സിൻ്റെ പ്രോത്സാഹനം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആ ടീച്ചറായിട്ട് ഇപ്പോഴും എനിക്ക് നല്ല ബന്ധമാണ്. അവർ റിട്ടയർഡായിട്ടും സുജാത എന്ന് പറഞ്ഞ ടീച്ചറാണ്. പിന്നെ സാലേം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ അവിടുന്ന് പോലെ എല്ലാ ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഫസ്റ്റ് കിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിൻ്റെ വിപുലമായിട്ടുള്ള പരിപാടിയെക്കുറിച്ചിട്ട് അറിയുന്നത്. ഇങ്ങനെ ഒരു യൂത്ത് ഫെസ്റ്റിവലുണ്ട്, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലുണ്ട്, അവിടെ പല പരിപാടികളുണ്ടെന്നൊക്കെ, ഇതൊക്കെ ഒരു മത്സരയിനാണെന്നൊക്കെ അറിയുന്നത് ആ സമയത്ത്. പക്ഷെ അത് അടുത്ത ഘട്ടത്തിൽ വന്നത് കോളേജ് ഓഫ് പിന്നെ ഞാൻ ഒരു 8ാം ക്ലാസ്സൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു മത്സരങ്ങളിലൊക്കെ ഫസ്റ്റ് കിട്ടും, ഇനി ഈ ആർട്ടിൻ്റെ തന്നെ എന്തെങ്കിലും പഠിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞു. ഫൈൻ ആർട്സ് കോളേജുകളുണ്ട്, അവിടെ എൻട്രൻസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുക. അപ്പോൾ ഞാൻ എൻ്റെ പഠിത്തമൊക്കെ ഒരു പ്രത്യേക രീതിയിലാക്കി. അതായത് ആവശ്യത്തിന് പഠിക്കുക എന്നുള്ളതാക്കി. വിഷമം പിടിച്ചതൊന്നും പഠിക്കുന്നില്ല. വിഷമം പിടിച്ച പേജൊക്കെ ഞാൻ സ്റ്റാപ്ലർ അടിച്ചിട്ട് അവിടെ മാറ്റി. സൈറ്റോ കോസ്റ്റീറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് കഷ്ടി മാർക്ക് മതി. അത് പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിക്കുക, പഠിക്കാത്ത ടഫായിട്ടുള്ളതൊക്കെ മാറ്റി വയ്ക്കുക. അങ്ങനെ ഫൈൻ ആർട്സ് കോളേജിൽ എത്തിപ്പെട്ടു. 2 വർഷം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 2 വർഷം കോമൺ ആയിട്ട് സ്കൾപ്ചർ പഠിക്കണം, പെയിൻറ്റിങ് പഠിക്കണം, സാധാരണ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന രീതിയിൽ തന്നെ. പിന്നീട് എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് തോന്നി ഈ പെയിൻറ്റിങ് ഞാൻ പ്രതീക്ഷിച്ച രീതിയിലൊന്നും അല്ല, നമ്മുടെ സങ്കല്പം പോലെയൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അന്നേരം ഞാൻ അന്ന് അപ്ലൈഡ് ആർട്ട് എടുക്കാൻ തുടങ്ങി. അങ്ങനെ അപ്ലൈഡ് ആർട്ട് എടുത്തു. അതാ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉപജീവനവും ഇതിന്റെ ആർട്ടും രണ്ടും എനിക്ക് തോന്നി ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും എന്ന് തോന്നി ഈ ആർട്ട് കൊണ്ട് മാത്രം. അവിടുത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അല്ല അവിടുത്തെ പലവരും കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അവിടെയും തോന്നി. അത് സീനിയേഴ്സും മറ്റുള്ളവരൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്ന ചില കമ്മീഷൻ വർക്കുകൾ കൊണ്ട് കഷ്ടപ്പാടാണ്. ഞാൻ ആരും കണ്ടില്ല. ഞാൻ അങ്ങനെ റിച്ച് ആയിട്ടുള്ള അപൂർവം 1-2 പേരൊക്കെയാണ്. അതും പാരീസിലൊക്കെ പോയി അങ്ങനെ കേട്ടേക്കണാണെന്നല്ലാണ്ട് വേറെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ച മാസ്റ്റേഴ്സ്, ഞാൻ ചില വിദ്യാർത്ഥികൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ജീനിയസ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പാഠപുസ്തകങ്ങളൊക്കെ പഠിക്കേണ്ട വരും. ഇപ്പോഴത്തെ അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് നമ്മളോടൊപ്പം ഉള്ളത് എന്നൊക്കെ വിചാരിച്ചു. പിന്നീട് ഞാൻ കാലങ്ങൾക്ക് ശേഷം അവരെ കാണുമ്പോൾ വളരെ കഷ്ടമാണ്. എന്തൊക്കെയോ ആവും എന്നൊക്കെ വിചാരിച്ചു, ഒന്നും ആയിട്ടില്ല. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മാത്രം കുറച്ച് പേര് അറിയുന്ന, അല്ലെങ്കിൽ ഒരാളും അറിയാൻ പോകുന്നില്ല, ആരും വന്നിട്ട് പറയാൻ പോകുന്നില്ല. ഒരു പഞ്ചായത്തിലെ ആർട്ടിസ്റ്റ് പോലും ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. ആർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ആർട്ട് ജീവവായുവാണ് പലർക്കും. അപ്പോൾ ആർട്ട് ലഹരിയായിട്ട് എടുത്തിട്ടുള്ള ആളാണെന്ന് എനിക്ക് പലപ്പോഴും നമ്മുടെ ചെറിയ സംഭാഷണങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ആർട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആവണമെന്ന് തന്നെയായിരുന്നു എനിക്ക്. നന്നായിട്ട് നല്ല പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്യണം, നല്ല സ്കൾപ്ചർ ചെയ്യണം എന്നൊക്കെ ഓർത്തുകൊണ്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ഗൾഫിലെ ഏറ്റവും ശമ്പളം കൂടുതൽ കിട്ടിയിരുന്ന സമയത്താണ് ഞാനത് ഒരു കാരണമില്ലാണ്ട് ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഉപേക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് നാട്ടിൽ ചെന്നിട്ട് എന്താ പരിപാടിയെന്ന് എൻ്റെ അടുത്ത് എൻ്റെ സ്പോൺസർ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് പെയിൻറ്റിങ് ചെയ്യുന്നതാണ്. അപ്പോൾ അയാൾ പറയുന്നത് നിനക്ക് തനിക്ക് സ്ഥിരമില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഞാനിങ്ങോട്ട് പോരുകയാണ്. ഒത്തിരി ദാരിദ്ര്യമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതൊക്കെ അവിടെ കിടക്കുന്ന സമയത്ത് തന്നെ ആലോചിക്കും, ഈ പണമില്ലാത്ത അവസ്ഥയിൽ ഫാമിലിയൊക്കെ ആയിട്ട് എങ്ങനെ വരയും കാര്യങ്ങളായിട്ട് ഒരു വരുമാനം ഇല്ലാണ്ട്. പക്ഷേ ഞാൻ നേരെ ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. എല്ലാവരും സ്വന്തം കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണല്ലോ. ആരുടെ സുഖം ത്യജിക്കുന്നൊന്നുമില്ല അങ്ങനെ ആരും. ഇപ്പോൾ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ
നമുക്കൊരു സുഖം കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ മക്കളെ സ്നേഹിക്കുന്നത്. മക്കളെ ചെന്ന് പിടിക്കുമ്പോൾ നമുക്ക് ഇറങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും സ്നേഹിക്കും. മാനസികമായിട്ടൊരു സന്തോഷവും അതുള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ആരും സ്നേഹിക്കുന്നില്ല. ഇല്ല. ഇപ്പോൾ ഒരു പെറ്റിനെ വളർത്താണ്, അതിൻ്റെ അകത്തുനിന്നൊരു സ്നേഹം റിയാക്ഷനായിട്ട് കിട്ടില്ല, കടിയാ കിട്ടുന്നെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം സഹിക്കും? അതൊന്നുമില്ല. അതുപോലെ ഞാനും നേരെ തീരുമാനിച്ചു, വലിയ ത്യാഗമൊന്നും വേണ്ട ജീവിതത്തിൽ. അത്യാവശ്യം നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റണം. എൻ്റെ സന്തോഷം ഞാൻ ആസ്വദിക്കണം. അപ്പോൾ എനിക്ക് വരയ്ക്കുക എന്നുള്ളതാണ്. വരയ്ക്കുമ്പോൾ കിട്ടുന്ന അത്ര സന്തോഷം വേറൊരു സ്ഥലത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ മറ്റുള്ളവർ മദ്യപിക്കുന്നു, ട്രാവൽ പോകുന്നു, ബൈക്കിൽ യാത്ര ചെയ്യുന്നു, ചിലർ മൗണ്ടൻ, മൂന്നാർ, മറ്റങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ കുഴു, മനാലിയോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നു, സ്കൈ ഡൈവിങ് നടത്തുന്നു, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പരിപാടികൾ ചെയ്യുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിലൊന്നും പോയി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം. എൻ്റെ ഗ്രാമത്തിലൂടെ രാവിലെ എണീറ്റ് വെറുതെ നടക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ട്രാവലിങ്. അവിടെയുള്ള മനുഷ്യരൊക്കെ ഞാൻ ഇതിലൊക്കെ കിലോമീറ്ററുകൾ 10-12 കിലോമീറ്ററുകളൊക്കെ രാവിലെ നടക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഇതെനിക്ക് അങ്ങനെയാണ്, ഞാൻ ഉദാത്ത കല കൊണ്ട് മനുഷ്യന് മറ്റുള്ള നേട്ടങ്ങൾ ഉണ്ടാവുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ സന്തോഷം, അതായത് ഒരു മദ്യപാനി എങ്ങനെ എൻജോയ് ചെയ്യുന്നു അതേപോലെയാണ് ഞാൻ എൻ്റെ ആർട്ട്. അതുകൊണ്ട് ഒരു കലാകാരനെ പ്രതീക്ഷിച്ച് ഇവിടെ വരണ്ട. ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വരയ്ക്കുന്നതാണ്. ചിലർ പറയും ഇവനിങ്ങനെ വരച്ചിട്ട് എന്ത് കാണിക്കാനാന്ന് ഓർക്കും. അപ്പോൾ മദ്യപാനി മദ്യപിച്ചാൽ അല്ലെങ്കിൽ ഗോളടിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അങ്ങനെയൊന്നും ഉത്തരവില്ല. അതിൻ്റെ സന്തോഷമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ചില സാഹചര്യങ്ങൾ, എന്നാൽ ചിത്രങ്ങളൊക്കെ വിറ്റിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങനെ മാർക്കറ്റ് ചെയ്യാറില്ല. അപൂർവം ചിലരൊക്കെ വന്ന് ചോദിച്ചു കൊണ്ടുപോയേക്കണ ഞാൻ ഓർക്കാറുണ്ട്, ഇതിനൊക്കെ ഉണ്ടോ എന്നുള്ളത്. എനിക്ക് വരച്ചു കഴിഞ്ഞ ചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ച ബിരിയാണി പ്ലേറ്റ് മാതിരിയാണ്, അവിടെ മാറ്റി വയ്ക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചർച്ചയൊന്നുമില്ല. ആ പ്രോസസ്സാണ്. പ്രോസസ്സ് മാത്രം എൻജോയ് ചെയ്യണേ. ആ വരയോടുകൂടി അത് കഴിഞ്ഞു. നമ്മളൊരു ചടങ്ങിൽ പങ്കെടുത്ത് ഞാൻ ചടങ്ങ് കാലാകാലം ഓർത്തിരിക്കുക എന്ന്, അതിൻ്റെ ആ സന്തോഷം എപ്പോഴും കൊണ്ടുനടക്കാമെന്ന്, ഇപ്പം നമ്മൾ കൂടിയിരിക്കുന്ന സന്തോഷമൊന്നും നമുക്ക് എപ്പോഴും കൊണ്ടുനടക്കാൻ പറ്റില്ല. ഒരു ഓർമ്മയിലൊക്കെ ഉണ്ടാവും എന്നല്ലാതെ അത്രേ ഉള്ളൂ. അത് ആ സമയം അത് വിട്ടു. അടുത്ത ഇതിനെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ സ്കൾപ്ചറിനെ കുറിച്ചാണ് കുറച്ച് ദിവസമായി. 15 വർഷമാണ് പ്രവാസ ജീവിതം. അത് കഴിഞ്ഞിട്ട് എത്ര വർഷമായിപ്പോ? ഇപ്പൊ 10 വർഷമായി. 10 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ ഞാനൊരു എൻ്റെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു എക്സിബിഷൻ നടത്തി. അപ്പോൾ അതിൻ്റെ അകത്തൊരു ചിത്രം വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ചിത്രം വരയ്ക്കണമെന്നൊന്നും എനിക്ക് ഒരു ഇതില്ല. പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതൊക്കെ വിട്ടിരുന്നു. ഞാൻ അവിടെ ഒരു സൈൻ ഇൻഡസ്ട്രിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഈ വെഹിക്കിൾ ബ്രാൻഡിങ് ഒക്കെ ആയിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ അതൊക്കെ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ചിത്രം വരച്ചു. അതിൻ്റെ ഒരു ബ്രോഷർ എങ്ങനെ രാജഗിരി സ്കൂളിൽ എത്തിപ്പെടുമ്പോൾ അവിടുത്തെ ഡയറക്ടർ ചോദിക്കുന്നത് ഇതിൻ്റെ അകത്ത് ആരെങ്കിലും കിട്ടുന്നതായിരിക്കും. 30 ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരാൾ ഇവിടെ ഉള്ളതാണ്, ചോദിച്ചു നോക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആർട്ട് പഠിപ്പിക്കാനല്ലേ 1 വർഷം ട്രൈ ചെയ്തു. ഇപ്പോൾ 8ാമത്തെ വർഷമാണ്. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവാർഡൊക്കെ സംഭവിക്കുന്ന വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അവാർഡാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അവാർഡൊക്കെ സംഭവിക്കുന്ന അപ്രീസിയേഷൻ. അത് എൻ്റെ കൂട്ടുകാരുടെ നിർബന്ധമാണ്. എൻ്റെ ഒരു കസിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെപ്പോഴും പറയും ഇത്രയധികം ചിത്രം വരച്ചു കൊടുത്തിട്ട് എന്തുകൊണ്ട് അവാർഡിന് ഈ അക്കാഡമിക്ക് കൊടുക്കാത്ത എന്താ? ഞാനൊരു എക്സിബിഷൻ പോലും നടത്താത്ത ആൾക്കാരാണ്. അപ്പോൾ ഒരു എക്സിബിഷനും ഞാനിങ്ങനെ ഇല്ല. ഞാൻ സ്വന്തമായിട്ടൊരു എക്സിബിഷൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അപ്പോൾ അവർ പറയണത് കൊടുക്ക് എന്ന് പറയും. അറ്റ്ലീസ്റ്റ് ഞാൻ കുറേ ആൾക്കാരെ വരച്ചിട്ടുണ്ട്, നാട്ടുകാരെയൊക്കെ ഇങ്ങനെ വരച്ചു. അതെങ്കിലും ഒന്ന് കൊടുത്തു കൊടുക്കുക എന്ന് ചോദിച്ചു. അങ്ങനെ കൊടുത്താണ് ആദ്യമായിട്ട് കൊടുക്കണതാണ്. സെക്കൻഡ് ഇയർ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്കൾപ്ചർ എടുക്കണമെന്നാണ് തോന്നിയത്. എനിക്ക് സ്കൾപ്ചർ എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, അതിനുള്ള മാർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അപ്ലൈഡ് ആർട്ട് എടുത്താൽ മതി. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു റവല്യൂഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഈ ബറോഡോന്നൊക്കെ പറഞ്ഞ് വന്ന പിള്ളേരെയൊക്കെ കുറിച്ചിട്ട് വന്ന അന്നത്തെ സ്റ്റുഡൻസ്, സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അവരൊക്കെ ഇന്ന് സജീവമായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ട്രെൻഡിനോടൊപ്പം ഒന്നും പോകാൻ പറ്റില്ല. എൻ്റെ പ്രായത്തിൻ്റെ കുഴപ്പമോ എൻ്റെ വായനയുടെ കുറവോ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും മനസ്സിലാവാത്ത കുറേ കേസുകളുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ രീതിയിൽ അതിൻ്റെ കൂടെ ഒന്ന് യോജിച്ച് പോകാൻ പറ്റുന്നുണ്ട്. അത് എളുപ്പവഴിയിലുള്ള ഒരു സംഭവമാണ്. അപ്ലൈഡ് ആർട്ട് എടുക്കുക, കോഴ്സ് പൂർത്തിയാക്കുക, പിന്നെ ജോലി ചെയ്യുക. പിന്നെ വരയ്ക്കണോ സ്കൾപ്ചർ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ ആർട്സിൽ എന്തെങ്കിലും പഠിപ്പിക്കുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും സ്വയം പഠിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്കെന്തുകൊണ്ട് സ്കൾപ്ചർ ചെയ്തുകൂടാ, എനിക്കെന്തുകൊണ്ട് പെയിൻറ്റിങ് ചെയ്തുകൂടാ? അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്.
സ്കൾപ്ചർ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പെയിൻറ്റിങ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ്ങിൽ കുറച്ച് ബ്രേക്ക് വേണമെന്ന് തോന്നുമ്പോൾ സ്കൾപ്ചർ ചെയ്യും, സ്കൾപ്ചർ കുറച്ച് ബ്രേക്ക് വേണമെന്ന് തോന്നുമ്പോൾ പെയിൻറ്റിങ് ചെയ്യും. എല്ലാ മീഡിയത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. ബാദുഷ എന്നെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മാഷാണ് എന്നെ വരച്ചത്. അതിനുശേഷം ഇപ്പോൾ ബാദുഷ ബെന്നി മാഷ്, ബെന്നി വെങ്ങമല എന്ന് പറയും. പുള്ളി നിലമ്പൂർ സ്കൂളിലെ ടീച്ചറായിരുന്നു. റിട്ടയർഡായിട്ട് ഇപ്പോൾ ഇവിടെ വീട് പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്. ഞാൻ ആളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വാട്ടർ കളറാണ് മാഷിൻ്റെയും ഒരു മെയിൻ അല്ലേ? മാഷ് എല്ലാം ചെയ്യും, എല്ലാ വർക്കും ചെയ്യുന്ന ഒരാളാണ്. വാട്ടർ കളറിൽ സ്കൾപ്ചർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ സ്കൾപ്ചർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഞങ്ങളൊരു വർക്ക്ഷോപ്പിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ചെറുതായിട്ട് ക്ലയിൽ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്. മാഷിൻ്റെ ഒരു വാട്ടർ കളറാണ് ഇൻസ്പിറേഷൻ ആയത് യഥാർത്ഥത്തിൽ പിന്നീട് അല്ലേ? പിന്നീട് ഞാൻ വിദേശ ആർട്ടിസ്റ്റുകളെയൊക്കെ പഠിക്കുകയും ചെയ്തു. നിലവിലുള്ള നമ്മുടെ ഒരു നാട്ടിലെ സ്റ്റൈലിൽ നിന്ന് മാറി ഈ ഒരു എന്താ മ്യൂട്ടഡ് കളറുകൾ ട്രൈ ചെയ്യാനുള്ള പരിപാടി, KGP, KGC അങ്ങനെയൊക്കെയുള്ള സ്റ്റൈലിൽ നിന്ന് മാറി ചിന്തിക്കുക. തീർച്ചയായും. അല്ല, അതുകൊണ്ട് കുറേ വിദേശ കലാകാരന്മാരായിട്ട് നിരന്തരമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ പറ്റാറുണ്ടല്ലോ. അങ്ങനെ ചർച്ചയ്ക്കൊന്നും അവർ വന്ന് നിൽക്കാറില്ല. മെസ്സേജൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു. അതിന് വലിയ കാര്യമല്ല, അതന്നെ ഒരു പ്രിവിലേജാണ്. കാരണം 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുക, ചിലപ്പോൾ അന്ന് തന്നെ കിട്ടും, ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ പിടിക്കും. അങ്ങനെയൊക്കെയുള്ള ബിസി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് അവർ, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, എന്നിരുന്നാലും പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ മലയാളി ആർട്ടിസ്റ്റുകളെയൊക്കെ സംബന്ധിച്ചിടത്ത് അവർ കുറ്റം പറയില്ല, അവർക്കും അതിൻ്റെ തിരക്കുകളുണ്ടാവും. എന്തുകൊണ്ടോ അത് ഒന്നെനിക്ക് അവർക്ക് അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം, അതുകൊണ്ട് അങ്ങനെയൊന്നും റെസ്പോണ്ട് ചെയ്യാറില്ല ചിലതൊക്കെ. പക്ഷെ അവരെക്കാളും മെച്ചമാണ് വിദേശീയർ അല്ലെ? വിദേശീയരപ്പോൾ തന്നെ എന്ത് കാര്യത്തിനും റെസ്പോണ്ട് ചെയ്യും. അവർക്ക് നമ്മളൊരു ലൈക്ക് കൊടുത്താൽ തന്നെ അവർ തിരിച്ച് അതിനെ താങ്ക്സ് പറയാൻ പോകുന്നില്ല. അത് അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മലയാളികൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതെ. അല്ല, എനിക്കറിയേണ്ട ഏറ്റവും ഇൻസ്പയർ ആയിട്ടുള്ള വിദേശ ആർട്ടിസ്റ്റ് എനിക്ക് ആൾവാരോ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ആൾവാരോ അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമാണ്. നമുക്ക് അകത്ത് കയറുമ്പോൾ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ കാണാം ആളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളല്ലേ, കൂടുതൽ കാര്യങ്ങളൊക്കെ അവിടെ അറിയാൻ പറ്റും. ചിത്രം റെഡിയായി. എന്താണ് മിസ്സിംഗ് എന്തെങ്കിലും? മിസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ കയ്യിൽ ഈ സ്ഥിരം ഒരു സാധനമുണ്ട്, ഇതില്ലാണ്ട് ഞാനില്ല. അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ജംഗ്ഷനിലേക്ക് ഇറങ്ങിയാലും എവിടെ ഇറങ്ങിയാലും ഇതൊരു ഐഡന്റിറ്റിയാണ്. കർണന്റെ കുണ്ടലം അത് അതങ്ങനെ ഉണ്ടാവും ചെറുതായിട്ട്. യെസ്, വാട്ടർ കളർ എനിക്ക് വരക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ തൽക്കാലം ഒപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. സജീവികയുടെ ഇളയ മകളായ മാറിയത്തിൻ്റെയും ഒരു ഫണ്ണി കാരിക്കേച്ചർ ഞാൻ വരച്ചു. ആള് വളരെ സ്മാർട്ടാണ്. ഇത് ഏത് മീഡിയമാണ് യൂസ് ചെയ്തേക്കണത്? ഓയിൽ കളർ നൈഫാണ് യൂസ് ചെയ്തത്. നൈഫ് വാലറ്റാണ് യൂസ് ചെയ്തത്. നൈഫ് ഡിഫിക്കൽട്ട് അല്ലേ യൂസ് ചെയ്യാൻ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കൊച്ചിയാണോ? പട്ടാഞ്ചേരി, ഞാൻ പട്ടാഞ്ചേരി പോയപ്പോൾ അവിടെ നിന്നൊരു, പക്ഷെ ഈ കാറൊക്കെ പോലീസായിട്ടുള്ള കാറാണ് കേട്ടോ. ഇതിനകത്ത് കാറ് വേറെ ആൾക്കാരാണ്, പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെയാണ്. ഇതാണ് സജീവിക്കയുടെ അതേ വർക്ക് സ്പേസ്. നമുക്കിവിടെ കാണാം. അത് ഞാൻ പറയാം അതിനെ കുറിച്ച്, എങ്ങനെയാണ് ചെയ്യണത്. ഒരു കടയിൽ ചെന്ന് എനിക്ക് വരയ്ക്കേണ്ട എന്താണെന്നറിയില്ല. അപ്പൊ അവിടെ ഒരു വിൻഡോ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ വിൻഡോയിൽ കുറെ പേര് പിള്ളേരൊക്കെ വന്നിട്ട് ഇങ്ങനെ എഴുതിയിട്ടില്ലേ, എന്നെ ആ വിൻഡോ തന്നെ വരച്ചാൽ കൊടുത്താൽ മതി എന്ന് തോന്നി. അപ്പൊ പിന്നെ തോന്നി ഇല്ല, ഒന്ന് മോഡിഫൈ ചെയ്യാം. അങ്ങനെ ഇതുപോലത്തെ ഒരു വിൻഡോയിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഇവിടെ എഴുതിയേക്കുന്ന വർത്താനങ്ങളൊക്കെ ഒറിജിനലായിട്ട് തന്നെ വിൻഡോ കണ്ടില്ലേ, വിൻഡോ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ തന്നെ ഒരു യൂണിക്നെസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ടീച്ചാർട്ടിന്റെ അവാർഡ് കിട്ടിയ 2016 ബെസ്റ്റ് ആർട്ട് ടീച്ചർ അവാർഡ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബാബു തന്നൊരു സാധനമാണ്. അല്ല, ആർട്ട് പ്രൊമോട്ട് ചെയ്യാൻ അവർ കുറെ കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ. കഥ ഒന്ന് പറയാമോ? ഈ ചിത്രം വരയ്ക്കാൻ അറിയില്ലാത്തതുകൊണ്ട് വരച്ച ചിത്രം. പക്ഷെ ഒരു കരുണാകരൻ മാഷിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ല, സിഎന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇത് എനിക്ക് ഈ മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മ്യൂറൽ പെയിന്റിങ്ങിന്റെ ഒരു അങ്ങോറിലാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഞാൻ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവിടെ പറഞ്ഞു
ഈ കാസ്റ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ആക്ച്വലി ഒരു ഫ്രീ തിങ്കറാണ്, പക്ഷേ പേരിൽ ഇത് കിടക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെ കയറ്റുന്നില്ല. ഇവൻ ഫ്രീ തിങ്കർക്ക് അവിടെ കയറാൻ പറ്റില്ല. അപ്പോൾ 100 പേഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഒരു എക്സിബിഷൻ വന്നത്, ഞങ്ങളുടെ ബാച്ചിൻ്റെ എക്സിബിഷൻ. അപ്പോൾ എന്തെങ്കിലും വരച്ചു വിടും, തീരെ മോശമാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ന് പെൻസിൽ കൊണ്ട് ക്യാൻവാസിൽ വരച്ചു. പെൻസിലിൽ ചെയ്താണ്? ആ, പെൻസിലാണ്. കളർ നമ്മുടെ സാധാരണ ഗ്രാഫൈറ്റ് പെൻസിലിൽ വരച്ചിരിക്കുന്ന ചിത്രമാണ്. അപ്പോൾ അല്ല, എൻ്റെ ഓർമ്മയിലേ പെൻസിലിൽ ഉള്ള ഒരു സാധിക്കൂല. എൻ്റെ റിസൾട്ടും വന്ന്, കാരണം ഇതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഇത് നമുക്ക് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എഫേർട്ട് നിസ്സാര കാര്യമില്ല. ഇതിൻ്റെ ഒരു മൈന്യൂട്ടായിട്ടേ കണ്ട ഓരോത്തിലും. അപ്പോൾ ഈ ഡിഫിക്കൽട്ട് മീഡിയത്തിൽ ഇത് ചെയ്യാന്നുള്ള ചലഞ്ച് എടുക്കാൻ കാരണം എന്താ? ഒരു വർക്കാ കൊടുക്കുന്നുള്ളൂ വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ എൻ്റെ വിചാരം എല്ലാവരും നല്ല, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ കഴിവ് കൊടുത്ത ആൾക്കാരൊന്നുമല്ല, നല്ല കഴിവ് നമ്മളൊക്കെ ഒത്തിരി ടാലൻ്റ് ഉള്ളവരില്ല. അപ്പോൾ അവരൊക്കെ വർക്ക് വയ്ക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞൊരു സാധനം. അല്ല, ഇത് എത്ര സമയം എടുത്തത്? ഞാൻ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വരച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ, 6 മണിക്കൂറൊക്കെ ഉണ്ട്. ഒത്തിരി ഈ ക്യാൻവാസും പെൻസിലും തമ്മിൽ ഇങ്ങനെ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് പോകാൻ ഒത്തിരി സമയം, കലാകാരന്മാർക്ക് അത് മനസ്സിലാവും അതിന്റെ ബുദ്ധിമുട്ട്. സമയം എടുക്കും. ഞാനൊരു ചൂസ് ചെയ്ത മീഡിയം ശരിയല്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താ പറയുക, മീഡിയത്തിൽ പരീക്ഷണം നടത്തുകയും ചലഞ്ച് ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ആർട്ട് ഗ്രോ ചെയ്യുള്ളൂ. എന്തായാലും എക്സലന്റ് വർക്ക്. തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതെങ്ങനെ തുടങ്ങുന്നറിയോ? ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ ബ്ലാങ്കാണ്, മനസ്സിലൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ ഈ ഗുലാമലിയുടെ ഗസലില്ലേ, എനിക്ക് അർത്ഥം അറിയില്ലല്ലോ. അതുപോലെ തന്നെ അത് കേട്ടുകൊണ്ടാണ് ഇത് വര തുടങ്ങുന്നത് ആദ്യത്തേത്. അപ്പൊ ചില വാക്കുകളൊക്കെ എനിക്ക് മനസ്സിലാവും, ചിലതൊന്നും മനസ്സിലാവില്ല. ആ പാട്ടിന്റെ ഇതൊന്നും ഞാൻ നേരം 1 മാസം കംപ്ലീറ്റ് ഗുലാമലിയുടെ ഗസലും ഇതല്ല. അതുകൊണ്ടാണ് ഈ മസ്ജിദിന്റെ ഇതൊക്കെ വന്നത്. ഗുലാമലിയുടെ ഏതാണത്? മറ്റേ എല്ലാം കേട്ടിട്ടുണ്ട് എന്ന് പറയാം. ഓൾമോസ്റ്റ് നമ്മുടെ നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പാട്ടുകളും ആ മാസം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ചിത്രത്തിന്റെ, ആ ചിത്രം വരച്ചു തുടങ്ങിയപ്പോൾ ഉള്ള ഒരു റൊമാൻറ്റിക് സാധനമാണ് ഇത് ഉദ്ദേശിച്ചത്. ഞാൻ അതൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതിലുണ്ട്. കാരണം ഒരു സൂഫി ലൈനാണ് അതിൽ പറഞ്ഞത്. അങ്ങനെയല്ല, ഞാൻ പിന്നെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടം കാണുന്നത്, ഗൾഫിലാവുമ്പോൾ കാണുന്നുണ്ടല്ലോ ഇതുപോലത്തെ മിനാരങ്ങളാണ് എവിടെ നോക്കിയാൽ. അപ്പൊ അതൊക്കെ ഇതിന്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. അതുണ്ട്. പിന്നെ മിസ് ചെയ്യുന്ന ഒരു പ്രണയവും എപ്പോഴും അങ്ങനെയൊക്കെയാണല്ലോ. ഗസലിൽ എപ്പോഴും മിസ്സിങ് ആണല്ലോ, നഷ്ടപ്പെടലുകളും വിരഹവും ഒക്കെ ആണല്ലോ. ഇതൊരു എക്സലന്റ് വർക്കാണ്. കാരണം എന്താ പറയുക, മ്യൂറലിലെ പരീക്ഷണമാണ്. എന്റെ മിക്കവാറും വർക്കുകൾ ഇപ്പൊ സ്ട്രക്ചർ ചെയ്യുന്നിടത്ത് ഡോ ഉണ്ടല്ലോ, ഒരു സിഗ്നേച്ചർ ആണത്. അത് അങ്ങനെ വരണതാണ്. അവിടെ അത് വന്നു കഴിഞ്ഞാൽ നന്നാവും എന്നുള്ള രീതിയിൽ. അത് വെച്ച് കഴിഞ്ഞാൽ ഈ മെസ്സേജ് ഒക്കെ കൊടുത്ത് അയക്കുന്ന ഒരു രീതിയുണ്ട്. പണ്ട് ഈ ഹംസത്തിന്റെ കയ്യിൽ കൊടുത്തു വിടുന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ചിത്രത്തിൽ ലളിതകലാ അക്കാദമിയുടെ ശങ്കരമേനോൻ എൻറോൾമെന്റ് ഗോൾഡ് മെഡൽ കിട്ടിയ ചിത്രം ആണിത്. അതിന്റെ കൂടെ മോഡൽ ചിത്രവും നമുക്ക് കാണാം. ആ ചിത്രത്തിന്റെ പ്രത്യേകതകൾ എന്തായാലും എക്സലന്റ് വർക്ക് കേട്ടോ. അതിന് പ്രത്യേക ഒരു കൈ. അല്ല, ഈ വാട്ടർ കളർ ചിത്രത്തിന്റെ പിന്നിലെ കഥ ഒന്ന് അറിയണമെന്നുണ്ട്. അത് വാട്ടർ കളർ ഞാൻ ഒത്തിരി ചിത്രങ്ങൾ വരയ്ക്കാറില്ലേ. അല്ല, പോർട്രേറ്റിൽ വാട്ടർ കളർ ചെയ്യാന്നുള്ള ഒരു ചലഞ്ച് ഉണ്ടല്ലോ അതില്. ഇല്ല, വാട്ടർ കളറിൽ പോർട്രേറ്റ് ചെയ്യാൻ. അല്ല, കൂടുതലും ഞാൻ കണ്ടേക്കുന്ന സജീവ് ഭായിയുടെ ചിത്രങ്ങൾ നേച്ചറാണ്. അപ്പൊ ഇത് അവാർഡ് കിട്ടിയ ചിത്രമല്ലേ? ഇതിനെ കുറിച്ച് അതങ്ങനെയൊന്നുമില്ല. ഞാൻ കുറെ പോർട്രേറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചിത്രത്തിന്റെ പേര് ഞാനതിന് അവാർഡിന് കൊടുത്തപ്പോഴാണ് പേര് വേണമെന്ന് പറഞ്ഞത്, ടൈറ്റിൽ വേണമെന്ന് പറഞ്ഞത്. അപ്പോഴാണ് അതിൻ്റെ ടൈറ്റിൽ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നു, ഞാൻ അവനുമായിട്ട് ആലോചിച്ചു. ഇപ്പോൾ ജെറാർന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സുഹൃത്ത്, ഇംഗ്ലീഷിലൊക്കെ അല്പം വൈഭവമുള്ളതാണ്. അപ്പോൾ ഞാൻ അയാളെ കാണിച്ചപ്പോൾ പറഞ്ഞു, കൂടുതൽ ചിന്തിക്കുകയൊന്നും ചെയ്യരുത്, ചിത്രം കണ്ടിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും പരിചയമുള്ള ഒരാളാണിത്, ഞങ്ങൾക്ക് 2 പേർക്കും പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ പറഞ്ഞു ഇതിനെന്താ ടൈറ്റിൽ ഇടണമെന്ന് വെച്ചു. അപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞു ആലോചിക്കരുതെന്ന് പറഞ്ഞിട്ട് ആലോചിക്കാണ്ട് അപ്പം തന്നെ ഇന്ന പെൻസീവ് മൂഡ് എന്ന് പറഞ്ഞു. അതാണ് മൂഡ്. സ്ട്രൈക്ക് ചെയ്ത് അത് തന്നെ ഇട്ടത്. അത് ഒത്തിരി
വായിക്കുകയും ചെയ്തു. വെരി ഗുഡ്. ഇതിന് ദിറാറാണ് പേരിട്ടിരിക്കുന്നത്. വ്യത്യസ്ത മീഡിയങ്ങളിലായി 1000-ലധികം ചിത്രങ്ങളാണ് ഈ കലാകാരൻ വരച്ചിട്ടുള്ളത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നിയത് വ്യത്യസ്തമായ മീഡിയങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു ത്വരയാണ്. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗാലറിയിൽ വിസിറ്റ് ചെയ്താൽ അറിയാൻ സാധിക്കും. ടെക്നോ സേവി കൂടിയാണ് സജീവ് ഭായ്. ഞാൻ ആ അനാട്ടമിയുടെ കാര്യം പറയാം. അനാട്ടമി ഇതിനകത്ത് കുറച്ച് ഡ്രോയിങ്ങുകൾ കാണാം കേട്ടോ. അതുപോലെ ഇതൊരു കാർട്ടൂണിക് ശൈലി ഉണ്ടല്ലോ, പഴയ ഒസാൻമാരുടെ അല്ലേ? എന്റെ മുടി വെട്ടുന്ന സീനാണ് ഞാൻ വരച്ചത് പണ്ട് സെൽഫായിട്ട് തന്നെ അല്ലേ? ഇതേ എനിക്ക് പണ്ട് മുടി കേക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടല്ലോ, ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് എല്ലാ വെള്ളിയാഴ്ച ഇയാൾ വരും, ഈ ക്യാരക്ടർ വരും, ഷേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വീട്ടിൽ വന്നിട്ട് അത് ചെയ്യുന്നത്. ഞാൻ ഒരു 3ാം ക്ലാസ് വരെ പുള്ളിക്കാരൻ്റെ കൂടെ. അപ്പോൾ എനിക്ക് ബ്രൂസ്ലി കട്ട്, അന്നത്തെ ബ്രൂസ്ലിയാണ് ഏറ്റവും വലിയ വർക്കാണ് കാണുന്നത്. ഇത് കണ്ട, ഇത് ഞാൻ ലൊക്കേഷൻ്റെ ഈ ഭാഗം ഇത്രയും ഭാഗം വരച്ചിരിക്കുന്നതാണ്. ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം മേടിച്ച് പരാജയപ്പെട്ടു. അപ്പോൾ ഈ സാധനം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സംഭവമായിട്ടാണ് കാണിച്ചിരുന്നത്. പക്ഷെ വന്നപ്പോൾ വേറെ സാധനമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനും അപ്പം ഡിസൈൻ ചെയ്തു. അപ്പോൾ ഇതാണ് എളുപ്പം. സുഖമാണ്. പെയിന്റിങ്ങിന്റെ മുകളിലേക്ക്, ഈസലിന്റെ മുകളിലേക്ക് വരുത്താൻ പറ്റും. ഇതിൻ്റെ ഒരു സെൽഫി സ്റ്റിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ട്യൂട്ടോറിയൽ സ്കൂളിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വളരെ ഉപകാരപ്പെടും. അത് അങ്ങനെ ഇത് കണ്ടിട്ട് ഒരു സുനിൽ സാറില്ലേ, സുനിൽ ലൂയിസ്, ലിനിസ് പുള്ളിക്കാരൻ ഇതുപോലത്തെ ഇവിടെ ബാദുഷയെ ഞാൻ ഒത്തിരി കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച് നടക്കുന്നതാണ്. ഈ മീഡിയയിലേക്ക് വരാറുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് തന്നെ ഒരു ലൊക്കേഷൻ ഉണ്ടായിട്ട് പോലും പല കേസിൽ ബിസി ആയതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റില്ല. പക്ഷെ ബാദുഷയുടെ പേരൊക്കെ അവിടെ അനൗൺസ് ചെയ്യുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇവിടെ അടുത്തുള്ള ആളാണ്, തോട്ടുമുഖത്തുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതെ എനിക്കും ചുറ്റുവട്ടത്തെ ബാദുഷ പറഞ്ഞ അങ്ങനെ വന്നതിന് വീട്ടിലെത്തിയതിലും വന്നതിലും കണ്ടതിലും ചിത്രം, പ്രത്യേകിച്ച് എൻ്റെ കാർട്ടൂൺ വരച്ചതിലും ആരും എൻ്റെ കാർട്ടൂൺ ഇതുവരെ വരച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ആ ഭാഗ്യം ഉണ്ടായി, അതിൽ പ്രത്യേക നന്ദി. അപ്പൊ ഞാൻ എന്തായാലും അത് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും എനിക്ക് ഈ വർക്ക് കണ്ടിട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി. ഇനി എന്റെ വരയുടെ കാര്യം പറഞ്ഞല്ലോ, വരയൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. വര ഇതിനു വേണ്ടിട്ട് മാത്രമല്ല, ശരിക്കും ഹാർഡ് വർക്കാണ്. സജീവ് ബഷീർ എന്ന് പറഞ്ഞ കലാകാരന്റെ കൈമുതൽ അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെയും ബാക്കി മീഡിയത്തിലൂടെയൊക്കെ. പക്ഷെ ഇവിടെ വന്ന് നേരിട്ട് എനിക്ക് അത് അനുഭവിച്ചറിയാൻ പറ്റി. ഇനിയും കൂടുതൽ അംഗീകാരങ്ങൾ തേടി വരട്ടെ. സജീവിക്ക് പറഞ്ഞ പോലെ എല്ലാം സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നല്ല കാര്യങ്ങൾ കൂടുതൽ സംഭവിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ എളിയ കലാകാരനായി എനിക്ക് ഇവിടെ വരാൻ പറ്റി, എനിക്ക് പരിചയപ്പെടാൻ പറ്റി, കുടുംബത്തിലെല്ലാവരും പരിചയപ്പെടാൻ പറ്റി, കൂടെ അശ്വനിക്കായും ഉണ്ടായി. എന്തായാലും വളരെ നന്ദിയുണ്ട് ക്യാനോട് ഇത് ഇത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ. ബൈ ഫോർ നൗ.